ഏതൊക്കെ ഹാച്ച് ബാക്ക് വന്നാലും പോയാലും വണ്ടിപ്രാന്തന്റെ മനസ്സിൽ എന്നും ഒരേ വാഹനം തന്നെ, അത് വോക്സ് വാഗൺ പോളോ. കാലം എത്ര കഴിഞ്ഞാലും വോക്സ് വാഗൺ പോളോയുടെ ഒരു പ്രാധാന്യം കയറി മാത്രമേ വരത്തുള്ളൂ, ഒരിക്കലും താഴത്തോട്ട് പോകത്തില്ല. അന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഇതിപ്പോൾ നിർത്തി കഴിഞ്ഞിട്ടും ഇതിൻ്റെ മാർക്കറ്റ് ഓരോ ദിവസവും കയറി കയറി വരുവാണ്. അപ്പം പോളോ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. അപ്പം ഇന്ന് നമ്മൾ രണ്ട് മോഡൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ റെഡ് കളർ വാഹനം ഞാൻ പറയാണ്, പോളോയുടെ ഡിസൈൻ കണ്ട് ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു പോളോ എടുക്കണം, അതൊരു റെഡ് കളർ പോളോ എടുക്കണം. എന്നാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ അത് സ്ഥിരമായിട്ട് ഓടിക്കുമ്പോൾ അതിൻ്റെ മൈലേജ് ഒന്നും ഒക്കെ കുറവായിരിക്കുമോ എന്നൊക്കെ പേടിച്ച് പോളോ എടുക്കാൻ മടിച്ച് നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു മോഡൽ. കാരണം ഇതിന് കുറഞ്ഞ മെയിൻ്റെനൻസും നല്ല മൈലേജുമാണ്. അപ്പോൾ നിങ്ങളവർക്ക് ഇതൊരു ഡീസൽ മോഡലായിരിക്കും. ഡീസൽ മോഡൽ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല, കാരണം അതിന് മെയിൻ്റെനൻസ് കുറച്ച് ഹൈ ആണ്, പക്ഷെ നല്ല മൈലേജ് കിട്ടും. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ മെയിൻ്റെനൻസും കുറവാണ്, നല്ല മൈലേജും കിട്ടും. ഒരു 16 തൊട്ട് 19 കിലോമീറ്റർ വരെ മൈലേജും ലഭിക്കും, എന്നാൽ കുറഞ്ഞ മെയിൻ്റെനൻസേ ഉള്ളൂ. പക്ഷേ പവറിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. 1 ലിറ്റർ MB എഞ്ചിനാണ്, 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വരുന്ന മോഡലാണ്. പക്ഷേ പോളോയുടെ ലുക്കും ആ ഒരു സ്റ്റെബിലിറ്റിയും ആ ഒരു ഫീലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും പോകാവുന്നൊരു മോഡലാണ് ഈ ഒരു 1 ലിറ്റർ MBI വേർഷൻ. 2019 ഡിസംബർ മോഡലാണ്, അതാണ് ഇവൻ്റെ ഹൈലൈറ്റ്. ഹൈലൈൻ പ്ലസ് ആണ് വരുന്നത്, കാരണം കിഡ്ല അലോയിലും ഏറ്റവും പുതിയ ഗ്രില്ലിൻ്റെ പാറ്റേണും ഹെഡ് ലാമ്പ് യൂണിറ്റും ടെയിൽ ലാമ്പ് യൂണിറ്റൊക്കെ ടോട്ടലി ചേഞ്ച് ആയി വന്നൊരു മോഡലാണ്. അവസാന സമയത്ത് നിർത്തുമ്പോൾ ഒരു ഫേസ് ലിഫ്റ്റ് സംഭവിച്ചൊരു മോഡലാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇനിയിപ്പോൾ പോളോ എടുക്കുന്നത് പെർഫോമൻസിന് വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രേ കളർ പോളോയിലോട്ട് പോകാം. 7 സ്പീഡ് DSG ഗിയർ ബോക്സ് വരുന്ന 1.2 ലിറ്റർ ടെർബോ ചാർജ് എഞ്ചിനാണ് ഈ കാണുന്ന പോളോയിലുള്ളത്. ഇത് 2015 മോഡലാണ്, 73,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, സെക്കൻഡ് ഓൺഷിപ്പാണ്. ഈ റെഡ് പോളോ 53,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, ഇതും സെക്കൻഡ് ഓൺഷിപ്പ് വാഹനമാണ്. ഈ രണ്ട് വാഹനങ്ങളും നമ്മൾ ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്ന വാഹനമാണ്. രണ്ടും നമ്മൾ എടുത്തിട്ട് 1.5 വർഷത്തിന് മേളിലായി. അപ്പോൾ രണ്ടിൻ്റെ ഒരു ലോങ് ടൈം യൂസർ എക്സ്പീരിയൻസും കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. എക്കാലത്തെ ഒരു യൂത്ത് ഐക്കൺ മോഡലാണ് വോക്സ് വാഗൺ പോളോ. ഞാൻ പറയട്ടെ, ഏറ്റവും പുതിയ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ ഇപ്പോൾ 2024 വരെ ഇറങ്ങിയെങ്കിലും പോളോ 2010 ഇറങ്ങിയ ഒരു ഡിസൈൻ ബോഡി ലാംഗ്വേജ് ആണ്. ആ ഒരു ക്യാരക്ടർ ലൈനായാലും വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ഡിസൈൻ ആയാലും ഒക്കെ തന്നെ. ഇപ്പോൾ ഏകദേശം 14 വർഷം കഴിഞ്ഞ് നമ്മൾ ഇന്ന് കാണുമ്പോഴും ഒരു ഭംഗി പോളോ കണ്ടാവുന്ന നമ്മൾ നോക്കും. ആ ഒരു ഡിസൈൻ തീം, അതൊരു ജർമ്മൻ ആ ഒരു ഡിസൈനിങ്ങിൻ്റെ, ആ ജർമ്മൻ ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ ഒക്കെ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. പക്ഷെ ഒരു കാലത്ത് ഔട്ടാത്തില്ലെന്നാണ് ഈ ഒരു ഡിസൈൻ ലാംഗ്വേജിനെ പറ്റി പറയാനുള്ളത്. പിന്നെ പോളോ ഓൺ ചെയ്യുമ്പോഴും അത് ഓടിക്കുമ്പോഴൊക്കെ കിട്ടുന്നൊരു ഫീല് വേറെ ഒരു ഹാച്ച് ബാക്കിലും എനിക്ക് കിട്ടിയിട്ടില്ല. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് പിന്നോട്ടാണെങ്കിലും പെർഫോമൻസിൻ്റെയും സ്റ്റെബിലിറ്റിയുടെയും ലുക്കിൻ്റെ കാര്യത്തിലും പോളോ ഒരു എവർഗ്രീൻ സ്റ്റാർ ആണെന്ന് തന്നെയാണ് പറയുന്നത്. ഒരു സൂപ്പർ സ്റ്റാർ പദവി കൊടുക്കാൻ പറ്റിയ ഒരു മോഡലാണ് വോക്സ് വാഗൺ പോളോ. അപ്പം ഈ ഒരു GT പറ്റി പറയുകയാണെങ്കിൽ GT 2013 തൊട്ട് 2019 വരെയാണ് വോക്സ് വാഗൺ നിർമ്മിച്ചത്. അതിൽ 2015 ഒരു മോഡലാണ് നമ്മളിവിടെ ഉള്ളത്. വളരെ ആഗ്രഹിച്ചാണ് ഞാൻ എടുത്തത്. ഈ വാഹനം എടുക്കുന്ന സമയത്ത് ഞാൻ നാട്ടിലില്ലായിരുന്നു, ഞാൻ അങ്ങ് കാശ്മീരിലായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞാൽ ഞാൻ വന്നിട്ടേ വണ്ടി കൊടുക്കാവുള്ളൂ, കാരണം എനിക്കൊന്ന് ഓടിക്കണം. അതിന് മുമ്പ് നമ്മളൊരു 1 ലിറ്റർ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ വരുന്ന ഒരു TSI മോഡൽ നമ്മൾ എടുത്തായിരുന്നു. പക്ഷേ അത് ഓടിച്ചെങ്കിലും എനിക്ക് എപ്പോഴും ആ ഒരു 7 സ്പീഡ് DSG ഗിയർ ബോക്സ് ഒന്ന് ഓടിച്ചാൽ കൊള്ളാം. ആ ഒരു 1.2 ലിറ്റർ ടെർബോ ചാർജ് എഞ്ചിൻ എന്തായിരിക്കും എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ അച്ഛനെ കൊണ്ട് നിർബന്ധിച്ചെടുപ്പിച്ചൊരു മോഡലാണ് ഈ കിടക്കുന്ന ഗ്രേ കളർ. അപ്പോൾ എനിക്ക് അത് ഓടിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു ഫീലും ആ ട്രാൻസ്മിഷൻ്റെ ആ ഒരു ലാഗ് ഇല്ലായ്മയും ആ ഓട്ടോമാറ്റിക്കിൻ്റെ രസവും ഒക്കെ നമ്മൾ ഇപ്പോഴും ഓരോ ഡ്രൈവിങ്ങിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മൈലേജ് കുറവാണ്, മെയിൻ്റെനൻസ് കൂടുതലാണ്. പിന്നെ ഇതിന് ഗിയർ ബോക്സിനൊക്കെ അഥവാ എന്തെങ്കിലും മെയിൻ്റെനൻസ് വന്നാൽ തന്നെ കുറച്ച് നമുക്ക് അത്ര അഫോർഡബിൾ അല്ല. പക്ഷേ ക്യാഷ് ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ പോളോ GT തന്നെ വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇതിലോട്ട് പോകാം. പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം മെയിൻ്റെനൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പോളോ വേണം, എന്നാൽ പോളോയുടെ എല്ലാ രൂപഭാവവും ലുക്കും അതിൻ്റെ സ്റ്റെബിലിറ്റിയും ഹൈലൈൻ പ്ലസ് എന്ന ടോപ്പ് വേർഷൻ വേണം, ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വേണം, എങ്കിൽ നിങ്ങൾക്ക് ഇതെടുക്കാം. ഒരു വളരെ ക്ലിക്കായിട്ടുള്ള ഗിയർ ഷിഫ്റ്റും വളരെ ലൈറ്റായിട്ടുള്ള ക്ലച്ചും ഒക്കെയാണ് ഈ വാഹനത്തിലിരിക്കുന്നത്. വളരെ ലീനിയർ ആയിട്ടുള്ള പവർ ഡെലിവറി ഉണ്ട്. 16 തൊട്ട് 19 കിലോമീറ്റർ വരെ മൈലേജും കിട്ടും. അതാണ് ഇവൻ്റെ ഹൈലൈറ്റ്. ഇത് നമ്മളിതൊക്കെ യൂസ് ചെയ്തതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങളോട് പറയുന്നത്. ഇത് നമ്മൾ തള്ളി മറിക്കുകയോ ഒന്നുമല്ല, നമ്മുടെ അനുഭവം എന്താണ് അതാണ് നിങ്ങളോട് തുറന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോളോ എടുക്കാൻ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ നിഗമനം. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയർ കയറി ഇൻറ്റീരിയറിലെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് ഡ്രൈവ് ചെയ്ത് കാണിക്കണമെന്ന് എനിക്കൊന്നും തോന്നില്ല, എന്നാലും ജസ്റ്റ് നമുക്കൊരു റൗണ്ട് അടിച്ച് നോക്കാം. ഞാൻ പോളോയുടെ ഇൻറ്റീരിയർ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഇപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പോളോയിൽ കയറിയിട്ടുള്ള ഒട്ടുമിക്കവർക്കും എല്ലാം പരിചയമുള്ള ഒരു ഇൻറ്റീരിയർ ആയിരിക്കും കാണുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഡിസൈനോ ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും എടുത്ത് പറയാനില്ല. ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ നോക്കി ചൂസ് ചെയ്യുക, കാരണം ആദ്യകാലത്ത് ഇറങ്ങിയ പോളോ ഇവിടെ ബീജും ഇവിടെ ബ്ലാക്കും ഒക്കെയാണ് വരുന്നത്. അത് കാണാൻ അത്ര ഭംഗിയില്ല. ഇത് ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആകുമ്പോഴാണ് ഒരു ഭംഗി. ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആണെങ്കിലും അത്യാവശ്യം വേണ്ട കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്, ഡീഫോഗറിൻ്റെ ഫംഗ്ഷൻ, ഒരു സിമ്പിളായിട്ടുള്ളൊരു മീറ്റർ കൺസോള്, വളരെ ഭംഗിയുള്ളൊരു സ്റ്റിയറിംഗ് വീലും കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് കാണാം. ലൈറ്റിൻ്റെ കൺട്രോൾസൊക്കെ ഈ ഒരു വശത്തിലാണ് ജർമ്മൻ കാർസിൽ വരാറുള്ളത്, അത് അതുപോലെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്.
പിന്നെ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഓടിച്ചുകൂടി നോക്കാം. ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ 1 ലിറ്റർ MB എഞ്ചിനാണ്. ഹാൻഡ് റെസ്റ്റ് ഒക്കെ കമ്പനി തന്നെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ റിവേഴ്സ് ഇടാൻ പോളോയുടെ ഒരു ഡൗട്ടുള്ളവർ കാണും. മുമ്പോട്ട് റിവേഴ്സ് ഇടുന്ന പോളോയും ഉണ്ട്, കുത്തി താഴത്തോട്ട് റിവേഴ്സ് ഇടുന്ന പോളോയും ഉണ്ട്. അപ്പോൾ ഈ ഒരു 1 ലിറ്റർ MBക്ക് ഈ ഒരു തരത്തിലാണ് ഇതിൻ്റെ ഗിയർ രീതികളൊക്കെ വരുന്നത്. പറഞ്ഞ പോലെ തന്നെ വളരെ പ്രീമിയം, ഇപ്പോഴും നമുക്ക് ആ ഒരു എലഗൻ ക്ലാസ് ഫീൽ തോന്നുന്ന രീതിയിലുള്ള ഇൻറ്റീരിയറാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഞാൻ പറയാം, ഒരുപാട് ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഔട്ടാവും. ഇതുപോലെ പ്ലെയിൻ വാഹനങ്ങൾക്ക് എന്നും ഒരു റിലയബിലിറ്റി ഉണ്ട് ഡിസൈനിൻ്റെ കാര്യത്തിൽ. ഒരു എവർഗ്രീൻ ആയിട്ട് അങ്ങനെ നിൽക്കും. പിന്നെ ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഹെവിനെസ്സും ആ ഒരു സ്റ്റെബിലിറ്റിയും ഞാൻ പറഞ്ഞ തന്നെ ഒരു വിരൽ കൊണ്ട് വേണമെങ്കിൽ ഗിയർ ഇടാം. അത്രയും ലൈറ്റായിട്ടുള്ള ഗിയർ ഷിഫ്റ്റാണ് വാൻസിന് കൊടുത്തിരിക്കുന്നത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലീനിയർ ആയിട്ടുള്ള ഒരു പവർ ഡെലിവറിയാണ്. ഒരുപാട് പെർഫോമൻസ് നമ്മൾ ആഗ്രഹിക്കില്ല, കാരണം നോൺ ടർബോ വെർഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളോയുടെ കൂട്ടത്തിൽ ഡീസൽ കഴിഞ്ഞാൽ ഏറ്റവും മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം, കുറഞ്ഞ മെയിൻ്റെനൻസ് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ഉഗ്രം പോളോ ആയിട്ടാണ് ഈ ഒരു 1 ലിറ്റർ MBനെ കാണേണ്ടത്. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്, ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ എന്തായാലും ഓടിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇത്ര ഉള്ള എൻ്റെ ഡ്രൈവിന് നമ്മൾ GT എഞ്ചിൻ കൂടി ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് കാണിക്കും. ഇപ്പോൾ വോക്സ്വാഗൺ പോളോ 7 സ്പീഡ് DSG ഗിയർ ബോക്സ് വരുന്ന 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന വാഹനമാണ് നമ്മൾ ഓടിക്കുന്നത്. സ്പോർട്സ് മോഡ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ കൊടുത്ത് നമ്മൾ ബാക്കിലോട്ട് വലിച്ചെടുത്ത് പായുന്ന ആ ഒരു ട്രാൻസിഷൻ നടക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു മീറ്റർ കൺസോൾ നോക്കിയാൽ വ്യക്തമാവും. എത്ര ഫാസ്റ്റ് ആയിട്ടാണ് വാഹനം കയറി പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. 0 to 100 ഒക്കെ ഏതൊരു പോക്കറ്റ് റോഡ് കിട്ടിയാൽ പോലും നിസ്സാരമായിട്ട് അടിക്കാവുന്ന അത്രയും പെർഫോമൻസ്. ഇത് കൂടുതലൊന്നും പറയണ്ടല്ലോ, കാലെടുത്ത് വെച്ചാൽ വാഹനം പറക്കും, അത്ര പറയാനുള്ളൂ. അപ്പം പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്ക് ഇതിലോട്ടും വരാം. മൈലേജും കുറഞ്ഞ മെയിൻ്റെനൻസും ആഗ്രഹിക്കുന്നവർക്ക് 1 ലിറ്റർ MB എടുത്താലും അടിപൊളിയാണെന്നാണ് പറയേണ്ടത്.